യേശു എന്നതിനു പകരം പൊതുവായി ദൈവത്തെ സൂചിപ്പിക്കാൻ മറ്റേതെങ്കിലും നാമം കണ്ടെത്തണം. അമേരിക്കൻ നഗരസഭയാണ് ഇത്തരത്തിലൊരു വിചിത്രവാദം ഉന്നയിച്ചിരിക്കുന്നത്. പ്രസംഗങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്നത് ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ചില്ല എങ്കിൽ അച്ചടക്ക നടപടി തീർച്ച. ഔദ്യോഗിക പരിപാടികളിൽ യേശുവിന്റെ നാമം വേണ്ട എന്നും കോർപ്പറേഷൻ. ചാപ്പൽ പുരോഹിതരെ വിലക്കി അമേരിക്കൻ നഗരസഭയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഔദ്യോഗിക പരിപാടികളിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. കാലിഫോർണിയയിലെ കാൾസ്ബാത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവാർഡ് ദാന ചടങ്ങിൽ അഭ്യർത്ഥന നൽകാൻ പോലീസ് മേധാവി ആവശ്യപ്പെട്ടപ്പോൾ ചാപ്പൽ പുരോഹിതൻ ജെസി കൂപ്പർ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ ഉപസംഹരിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നഗരസഭാ സെക്രട്ടറി ഔദ്യോഗിക പരിപാടികളിൽ യേശു വേണ്ട എന്ന് കാട്ടി ചാപ്പൽ പുരോഹിതന് കത്ത് നൽകിയത്. 6 വർഷമായി പോലീസിൽ ചാപ്പൽ പുരോഹിതൻ എന്ന നിലയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന പാസ്റ്ററാണ് ജെസി കൂപ്പർ. അദ്ദേഹത്തിന്റെ പിതാവ് ഡന്നി ഹൂപ്പർ 12 വർഷമായി ഫയർഫോഴ്സിൽ ചാപ്പൽ പുരോഹിതനാണ്. പ്രസംഗങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്നത് ഉപേക്ഷിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വരും എന്നാണ് 2 പാസ്റ്റർമാർക്കും നൽകിയ കത്തിൽ നഗരസഭയുടെ മുന്നറിയിപ്പ്. യേശു എന്നതിന് പകരം പൊതുവായി ദൈവത്തെ സൂചിപ്പിക്കാൻ മറ്റേതെങ്കിലും നാമം ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമം വിളിക്കുന്നത് ഉപദ്രവമായി കണക്കാക്കുകയും പ്രതികൂലമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും ഒരു മതത്തെ മറ്റൊന്നിനു മീതെ ഉയർത്തിക്കാട്ടുന്നു എന്നുമാണ് നഗരസഭാ സെക്രട്ടറി സ്കോട്ട് ചാഡ്വിക് പറയുന്നത്. പാസ്റ്റർമാരുടെ വക്കാലത്തുമായി മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ലിബർട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാൾസ്ബാത്ത് നഗരം US ഭരണഘടന ലംഘിച്ചുവെന്ന് അവർ വാദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ചാപ്ലന്മാരെ വിലക്കാനുള്ള നഗരത്തിന്റെ തീരുമാനം ഒരുപക്ഷെ നിയമത്തെയും സുപ്രീം കോടതി മുൻവിധിയെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ്. പൊതു ചാപ്ലന്മാരെ സെൻസർ ചെയ്യുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും വഞ്ചിക്കും. ചാപ്ലന്മാരുടെ പ്രാർത്ഥനകൾ സെൻസർ ചെയ്യാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ സിറ്റി കൗൺസിലിനോട് അഭ്യർത്ഥിക്കുന്നു. പകരം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വ്യക്തമായ പ്രസ്താവനകൾ പിന്തുടരുകയും അവരുടെ ആത്മാർത്ഥമായ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാൻ അവരെ അനുവദിക്കുകയും വേണം. ഫസ്റ്റ് ലിബർട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് നഗരസഭയോട് നടത്തിയ ആവശ്യം ഇങ്ങനെയാണ്. ഭാവിയിൽ ക്രിസ്തുമതത്തിൽ നിന്ന് ആരും മാറിയില്ലെങ്കിലും ക്രിസ്ത്യാനികളുടെ സംഖ്യ അമേരിക്കയിൽ കുറയുമെന്ന് ഒരു സർവേ നടത്തിയ പ്യൂ റിസർച്ച് പറയുന്നുണ്ട്. വിശ്വാസമില്ലായ്മയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം അപഗ്രഥനത്തിനും പഠനങ്ങൾക്കും വിധേയമാക്കേണ്ടതാണ് എന്ന് സർവേ നടത്തിയവർ പറയുന്നു. സർവേ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 85% US കൗമാരക്കാരും അമ്മമാരുടെ മതപരമായ വ്യക്തിത്വം പങ്കുവയ്ക്കുന്നുണ്ട്. 2019 നടത്തിയ ഒരു സർവേയിൽ 1811 കൗമാരപ്രായക്കാരും അവരുടെ മാതാപിതാക്കളും പങ്കെടുത്തിരുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ 83% ക്രിസ്ത്യൻ അമ്മമാരും തങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് സമ്മതിച്ചു. എന്നാൽ ഒരു മതത്തിനോടും കൂറില്ലാത്ത അമ്മമാരും 80% ടീനേജ് കുട്ടികളും അൺഅഫിലിയേറ്റഡ് കോളമാണ് ചെക്ക് ചെയ്തത്. ഒരു കുട്ടി തന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ മതമോ മതമില്ലായ്മയോ പിന്തുടരുമ്പോൾ അവൾ അത് മതവിശ്വാസങ്ങൾ പാലിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്ന ചോദ്യവും ഉയരുന്നു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് US മതം മാറുന്നത് കൂടുതൽ സാധാരണമാണ്. ഇവയെല്ലാം മിക്കവാറും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതുമാണ്. എന്തായാലും ഇപ്പോൾ യേശുവിന് പകരം യേശു എന്നുള്ള നാമത്തിനു പകരം പൊതുവായ ഒരു നാമം കണ്ടെത്തണം എന്നത് പൊതുവെ വിശ്വാസികളെ ആശയക്കുഴപ്പത്തിൽ ആക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.